പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെ അപകടത്തിന് കാരണം തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചത്. സ്നാനത്തിനു വേണ്ടി തീർത്ഥാടകരെല്ലാം ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയതും അപകടത്തിനിടയാക്കി. അധികൃതർ പ്രതീക്ഷിച്ചതിലും ഇരട്ടി ജനങ്ങളാണ് പുണ്യസ്നാനത്തിനായി എത്തിയത്. 7 കോടിക്ക് മുകളിൽ തീർത്ഥാടകരെത്തി എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. പ്രയാഗ്രാജിൽ വലിയ ആശങ്കയാണ് രാവിലെ ഉണ്ടായത്. മഹാകുംഭമേളയിൽ വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും അതൊരു വലിയ തിക്കും തിരക്കും, അതായത് തീർത്ഥാടകരുടെ വലിയൊരു തിക്കും തിരക്കും തന്നെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ലഭ്യമാവുന്ന കണക്കുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ സോഴ്സ് പ്രകാരം ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ 6 കോടിയോളം ആളുകൾ ഇന്ന് ഇവിടേക്ക് സ്നാനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. 6 കോടിയോളം തീർത്ഥാടകർ ഇവിടേക്ക് സ്നാനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു കണക്കുകൾ പ്രകാരം, അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം ലഭ്യമാകുന്ന വിവരം. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം 3-3.5 കോടിക്ക് അകത്ത് ആളുകൾ തീർത്ഥാടകർ ഇവിടേക്ക് എത്തും എന്നായിരുന്നു കണക്കൂട്ടൽ. എന്നാൽ ഈ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് ഇവിടേക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം. അതൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടേക്ക് എത്തിയ തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ തീർത്ഥാടകർ ഈ ത്രിവേണി സംഗമ തീരം മുഴുവനായും, ഗംഗയുടെ തീരം മുഴുവനായും ഈ തീർത്ഥാടകരെ കൊണ്ട് നിർത്തുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് തിക്കും തിരക്കും ഉണ്ടാവുന്നത്. ആ തിക്കും തിരക്കിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളുള്ളത് ആ തിക്കും തിരക്കും ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളാണത്. ഇവിടെ അതിനുശേഷം ഇങ്ങോട്ട് നെറ്റ്വർക്കിന് ഇത്രയും ആളുകൾ വന്നപ്പോൾ നെറ്റ്വർക്കിനടക്കം മൊബൈൽ നെറ്റ്വർക്കുകൾക്ക് ഇന്റർനെറ്റ് അടക്കമുള്ള തടസ്സം നേരിട്ടിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മൾ ഇതിനു മുൻപ് ഈ ഒരു അപകടത്തിന് തൊട്ട് മുൻപായി പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ തിരക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും ഇത് കൺട്രോളിലാണ് എന്ന് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പിന്നീട് രാവിലെ കുറച്ചു നേരത്തേക്കെങ്കിലും ആളുകൾ അവിടേക്ക് എത്തുന്നത് തടഞ്ഞിരുന്നു. ഈ ത്രിവേണി സംഗമ സ്ഥലത്തേക്ക് എത്തുന്നത് തടഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം പ്രധാന സന്യാസി വര്യന്മാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി. അവർ സ്നാനത്തിന് ശേഷം തീർത്ഥാടകർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. സ്നാനം നടത്തുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സന്യാസി വര്യന്മാരടക്കമുള്ളവർ, മഹാമണ്ഡലേശ്വരന്മാർ അടക്കമുള്ളവർ അവർ പറയുന്നത് ഗംഗയിൽ എവിടെ വേണമെങ്കിലും സ്നാനം ചെയ്യും, ത്രിവേണി സംഗമത്തിലേക്ക് വരേണ്ടതില്ല, ഗംഗയിൽ എവിടെ വേണമെങ്കിലും സ്നാനം ചെയ്താൽ മതി എന്നൊരു അറിയിപ്പും തീർത്ഥാടകർക്ക് എന്തായാലും ഈ പ്രധാനപ്പെട്ട സന്യാസി വര്യന്മാരടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അപകടത്തിലേക്ക് വരികയാണെങ്കിൽ കാരണം ഈ ഒരു തിക്കും തിരക്കും തന്നെയാണ്. ഇതിൽ മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ളത് ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായ പരിഗണന ഇവിടുത്തെ സ്ഥിതിഗതികൾ അത് അണ്ടർ കൺട്രോളിലാക്കുക എന്നുള്ളതായിരുന്നു. അതിനാണ് പ്രാഥമിക പരിഗണന നൽകിയത്. അതെന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്ഥിതിഗതികൾ പൂർണ്ണമായും കൺട്രോളിലാക്കി. അപകടം അല്ലെങ്കിൽ ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ ഒരു പോലീസിന്റെ ഒക്കെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തീർത്ഥാടകരുടെ വലിയൊരു നിര തന്നെ അല്ലെങ്കിൽ ഒഴുക്ക് തന്നെ ഇവിടേക്ക് ഉണ്ടായതാണ് ഈ ഒരു അപകടത്തിന് എന്തായാലും കാരണമായത്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഇവിടേക്ക് എത്തിയ ആളുകളൊക്കെ ഈ ഒരു മൗനി അമാവാസ്യ ദിനത്തിൽ പുണ്യസ്നാനം ചെയ്ത് അമൃത സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തന്നെ തമ്പടിച്ചതും ഈ ഒരു അപകടത്തിന് എന്തായാലും കാരണമായിട്ടുണ്ട്. നീലിമ, നിഖിൽ, ഈ വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചത്. വൻതോതിൽ മരണനിരക്കൊക്കെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ പോയിരുന്നു. അവസാനം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി, യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് അക്കാര്യത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം നീങ്ങിയത്. ഈ അമൃതസ്നാനം നിർത്തിവെച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് അഭ്യൂഹങ്ങളായി പല മാധ്യമങ്ങളും നൽകിയത്. ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? നിയന്ത്രണ വിധേയമായോ? അവിടെ എല്ലാവർക്കും ഈ അമൃതസ്നാനം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീലിമ, തീർച്ചയായും രാവിലെ തന്നെ അതായത് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഉടനടി തന്നെ ഉത്തർപ്രദേശ് സർക്കാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടുകയും ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് അവർ തന്നെ നേരിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ സന്യാസി വര്യന്മാർ, വിവിധ മഠത്തിലെ സന്യാസി വര്യന്മാർ അടക്കമുള്ളവർ, ആശ്രമങ്ങളിലുള്ളവർ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തുന്നു. കാരണം ഇവിടെ വേറെ
കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഈ ഒരു അഭ്യൂഹങ്ങൾക്ക് മറുപടി അവർ നൽകുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഒരു തരത്തിലും പ്രചരിപ്പിക്കരുത് എന്ന് ഇവർ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നു. രാവിലെ തന്നെ ഇത്തരത്തിൽ വാർത്ത വലിയൊരു മരണനിരക്കിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പല മാധ്യമങ്ങളും നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ആ വാർത്തകൾ അവർ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം കുറച്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് 10-ൽ താഴെ മാത്രമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായി അത് സംബന്ധിച്ചൊരു കണക്ക് പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു 10-ൽ താഴെ മരണങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുക. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിതിഗതികൾ രാവിലെ തന്നെ ഇത് പുലർച്ചെ നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പുലർച്ചെ 2 മണിക്ക് നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതിന് തൊട്ട് പിന്നാലെ 2:30 3 മണിക്കുള്ളിലാണ് ഈ ഒരു അപകടം, ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. ആ ഒരു സമയത്തോടു കൂടിയാണ്, അതായത് ഈ 2 മണിക്ക് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ 2 മണിയോടുകൂടി പകർത്തിയതാണ്. അതിനുശേഷം 2:30 ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. ഈ ഒരു വാർത്ത രാവിലെയാണ് പുറം ലോകത്തേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ രാത്രിയിൽ തന്നെ ചെറിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പലയിടത്തും സമൂഹ മാധ്യമങ്ങളടക്കം വന്നിരുന്നു. കാരണം ഇതിന്റെ ചില ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വന്ന വാർത്താ ഏജൻസികളൊക്കെ ഇത്തരത്തിൽ ചെറിയൊരു അപകടം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് വലിയൊരു അപകടം എന്ന രീതിയിലേക്ക് കാണിക്കുന്നു. ആളുകളൊക്കെ വലിയ രീതിയിൽ പാനിക്കാവുന്ന സാഹചര്യത്തിലേക്ക്, കാരണം ഇവിടെ വരുന്നവർ അവരെ സംബന്ധിച്ച് ഇവിടുത്തെ സ്ഥിതികൾ അവർക്ക് നേരിട്ട് മനസ്സിലാവും. എന്നാൽ പുറത്ത് ഇരിക്കുന്ന ആളുകൾ ഇവിടേക്ക് വന്നു എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ പലരും നാട്ടിലുള്ളവർ വീട്ടിലുള്ളവർ അടക്കം അവർ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ അത്തരത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ കുടുംബങ്ങൾക്കടക്കം ആശങ്ക ഉയർത്തുന്ന രീതിയിലുള്ള മാധ്യമ ഇടപെടലാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാണ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെ അപകടത്തിന് കാരണം തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതാണ്. സ്നാനത്തിന് വേണ്ടി തീർത്ഥാടകരെല്ലാം ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയതും അപകടത്തിന് ഇടയാക്കി. മരിച്ചവരുടെ സംഖ്യ സംബന്ധിച്ചും വലിയ അഭ്യൂഹങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. 10-ൽ താഴെ മാത്രമാണ് മരണം എന്നാണ് പ്രയാഗ്രാജിൽ നിന്നും നിഖിൽ കുമാർ റിപ്പോർട്ട് ചെയ്തത്.